ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോ കാണാവേ. ഇത് തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഏപ്രിൽ 7. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അണ്ണൻ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. അണ്ണൻ അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകുമായിരുന്നേ. അപ്പോൾ രാവിലെ എന്നാലും എഴുന്നേറ്റ് അണ്ണൻ വെളുപ്പിന് പോകുന്നത് കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഞാൻ ഈ സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് അങ്ങനെ സുബഹിയൊക്കെ നമസ്കരിച്ചിട്ട് വെളിയിലോട്ട് വന്നു. അപ്പോൾ അണ്ണന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത്തായൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 6 മണിയൊക്കെ ആയി. അപ്പോഴത്തേന് അത്തായ്ക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു. അണ്ണന് ഉപ്പുമാവും ഉണ്ടാക്കുവാണ്. അങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ നന്നാവുന്നുണ്ടെന്ന്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് അണ്ണൻ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും അങ്ങ് അയൺ ചെയ്തു. ഈ സമയം അണ്ണൻ കുളിക്കാനെങ്ങാണ്ട് പോയേക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ അണ്ണന് കുടിക്കാനുള്ള വെള്ളവും കൊടുത്തു. അപ്പോൾ ഉപ്പുമാവിന് പിന്നെ പഴം ഉണ്ടായിരുന്നു, ചുമന്ന പഴം ഉണ്ടായിരുന്നു. അതും കൂട്ടി കഴിച്ചോളും. രാവിലെ അണ്ണന് വേറെ ഭക്ഷണമൊന്നും അത്ര ഇഷ്ടമല്ല. അതുപോലെ 6 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാനാണ്. അതുകൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇലയപ്പം ഉണ്ടാക്കി കൊടുക്കണം, ഓട്ടയുടെ പോലെ. അപ്പം ഇന്ന് ഉപ്പുമാവ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു. എനിക്കാണെങ്കിൽ ഏറ്റവും മടിയുള്ളൊരു പണി അയൺ ചെയ്യുന്നത് കേട്ടോ. ഞാൻ അണ്ണന് തേച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അത്തായ്ക്ക് ഉടനെ തേക്കണം. അത്തായ്ക്ക് ഒരു മരണമുണ്ട്, അതിന് ഇട്ടുകൊണ്ട് പോകാൻ. അങ്ങനെ അത്തായ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ് ഗെയ്സ്. പിന്നെ അന്നേരപ്പോഴത്തേന് അണ്ണൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ ഞാൻ ഗേറ്റെല്ലാം തുറന്ന് കൊടുത്തു കേട്ടോ. അപ്പം മറിയും ആബിദൊന്നും ആ സമയം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. 6 കാലം കണ്ടായിട്ടുണ്ട് അപ്പം കേട്ടോ. വെട്ടമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് പത്രമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ അങ്ങ് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഫ്രഷ് ഇറച്ചി കിട്ടും. അന്ന് നറുത്ത ഇറച്ചി കേട്ടോ, ബീഫാണ്. അപ്പം അതിൻ്റെ വെട്ടുന്ന സൗണ്ട് ഞാൻ കേട്ടുകൊണ്ട് ഞാൻ പോയതാണ് ബീഫ് കിട്ടുന്നത്. എന്തായാലും നമുക്ക് കിട്ടും. അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച ദിവസം അങ്ങനെ അറപ്പുള്ളതല്ല, നല്ല ഇറച്ചിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന്. അപ്പം ഇന്നലത്തെ വൈകിട്ടത്തെ മഴയിൽ മുറ്റം ആകെ അലങ്കോലമായിട്ടുണ്ട്. ഇതിനകത്ത് വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. നല്ല അവിടെ ഇവിടെ എല്ലാം നല്ല കരിയിൽ നന്നായിട്ട് പടർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിലോട്ട് വന്ന് ചായ പരിപാടി അങ്ങ് തുടങ്ങി. എല്ലാവരും അപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴത്തേനും നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അത് ഉണങ്ങി കിടന്ന് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നും കേട്ടോ. പിന്നെ ചായ എല്ലാം ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തേ. അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് അണ്ണന് ചോറ് കൊണ്ടുകൊണ്ട് അണ്ണൻ ഓൾറെഡി പോയി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ചടപടയെന്നെല്ലാം ജോലി, അടുക്കളയെല്ലാം നിരന്നടിച്ചൊക്കെ ആയിരിക്കും കിടക്കുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ആബിദിന് ഇന്ന് ക്രിക്കറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ആബിദിനും പോയില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങ് ചായ ഇട്ട് ഓരോരുത്തർക്ക് അങ്ങ് കൊടുത്തു. പിന്നെ ജനലുകളെല്ലാം അങ്ങ് തുറന്നിട്ടിട്ട് ഒരു തിരിയൊക്കെ അങ്ങ് കത്തിച്ച് വെച്ചു. അപ്പോൾ പെരയ്ക്കകത്ത് നല്ല മണമാവും. അപ്പോൾ പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കടലക്കറിക്കെല്ലാം അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് രാവിലെ എണ്ണിച്ച് ഇങ്ങനെ നിന്ന് ഭയങ്കര കാലിന് വേദന. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ കയറി ഇരുന്ന് അരിഞ്ഞൊക്കെ പറക്കുന്നത്. അത് കഴിഞ്ഞ് മുറ്റം തൂക്കാനായിട്ട് അങ്ങ് പോയി. കടലക്കറി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് കടലക്കറിയും എന്ത് കിട്ടും, മുറ്റം തൂപ്പും കഴിയും. ഞാൻ നോമ്പിനൊക്കെ രാവിലെ തൂക്കാൻ തുടങ്ങിയത് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ വൈകിട്ടായിരുന്നു തൂക്കുന്നത്. ഇപ്പോൾ വൈകിട്ട് നോക്കിയിരുന്നാൽ ഭയങ്കര ഇടിയും മഴയും. അതുകൊണ്ട് വൈകിട്ട് തൂപ്പ് നടക്കത്തേ ഇല്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് അണ്ണന് ചോറും ഉണ്ടാകാത്തതുകൊണ്ട് അതങ്ങ് നടന്നു. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പിന്നെ തൂക്കത്തുള്ളൂ. പിന്നെ വന്ന് ഞങ്ങളുടെ റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് മാറ്റി ഇങ്ങിട്ടു. അവിടെ എല്ലാം അങ്ങ് നീറ്റാക്കി വെച്ചിട്ട് കട്ടിലൊക്കെ ജസ്റ്റ് ഒരു തള്ളലാണ് തള്ളുന്നത്. പിന്നെ ബ്ലാങ്കറ്റ് എല്ലാം മടക്കി അങ്ങ് വെച്ച് കേട്ടോ. പിള്ളേരാണെങ്കിൽ പിന്നെ എൻ്റെ മോളാണെങ്കിൽ നല്ല നീറ്റാക്കി ഇട്ടോളും കേട്ടോ. മാറി അവൾക്ക് 5 വയസ്സേ ഉള്ളെങ്കിൽ അവൾ കട്ടിലൊന്നും ചവിട്ടത്തേക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എത്ര നാളത്തേക്കാണോ എന്തോ. അവളും പറയും അമ്മ ഒതുക്കിയിട്. അവളെ അത്യാവശ്യം നല്ല തൂക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും ചൂലെടുത്ത് വെച്ച് ഒരു പിടി വീണാലും അങ്ങ് തൂക്കും. പിന്നെ ഇന്നത്തെ വോയിസ് ഓവർ കുറേ നോയ്സൊക്കെ കേൾക്കാൻ കേട്ടോ. പിള്ളേരെല്ലാം വീട്ടിലുള്ളതുകൊണ്ടാണ്. എത്ര നോക്കിയാലും നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ദോശയ്ക്കുള്ള എല്ലാം ഉപ്പെല്ലാം കലക്കി വെച്ച് കേട്ടോ.
പിന്നെ ദോശയ്ക്കെല്ലാം കലക്കി അങ്ങ് വെച്ചിട്ട് ദോശയുടെ കൂടെ കടലക്കറിയാണ് ഇന്ന്. അപ്പോൾ രാവിലത്തെ കുറച്ച് ഉപ്പുമാവുണ്ട്. അപ്പോൾ അത് ഞാനങ്ങ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ദോശമാവ് കുറച്ചെടുത്ത് അങ്ങ് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ അരിക്കും അടുപ്പിൽ ഇട്ട് വെള്ളം വെച്ചു കേട്ടോ ചോറിന്. എന്നിട്ട് അമ്മായിക്ക് വന്ന് അമ്മ ആഹാരമൊക്കെ കഴിച്ചപ്പോൾ പിന്നെ കൈ കഴുകാനൊക്കെ വെള്ളം കൊടുത്തു. പിന്നെ അമ്മായിക്ക് ഒത്തിരി ഗുളികയുണ്ട്, അതെല്ലാം ഇരുന്നെടുത്ത് അങ്ങ് കൊടുത്തു. കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുണി മടക്കാൻ വന്നു. പിന്നെ പെരയുടെ മേളത്ത് നല്ല തൂത്തിട്ട് ഒത്തിരി ദിവസമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെരയും തൂത്തും ഈ തുണിയും അങ്ങ് മടക്കി വെച്ച്. അങ്ങനെ ഒരേ സമയം 2-3 ജോലി ചെയ്യുമ്പോൾ അങ്ങ് പെട്ടെന്ന് ജോലികൾ തീരുമല്ലോ. അങ്ങനെ അപ്പോൾ ആബിദിനൊക്കെ ദോശ ആയതുകൊണ്ട് അവർ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ ദോശ ഫാൻസുകാരാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള എല്ലായിടത്തും അങ്ങ് കൊടുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെരയെല്ലാം അങ്ങ് തൂത്തു. ടേബിൾ ഉണ്ടെങ്കിലും ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നൊരു വൈബ് വേറെയില്ലേ. എത്ര പറഞ്ഞാലും അവർ ടേബിളിൽ ഇരുന്ന് കഴിക്കത്തില്ല. നമ്മളും അങ്ങനെയൊക്കെയാണ്. അന്നേരം പിന്നെ പിള്ളേരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടോ വായിച്ചുകൊണ്ടോ ഇരുന്ന് കഴിച്ചില്ലേ ഒരു സുഖം വരത്തില്ല. പിന്നെ ഞാൻ തുണിയെല്ലാം കൊണ്ടങ്ങ് മടക്കി വെച്ച് അലമാരിയിലെല്ലാം ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെരുന്നാളിനെടുത്ത നൈറ്റിയാണ്. അത് ഇതുവരെയും തയ്ച്ചില്ല. കണ്ടോ, ഞാൻ ഇപ്പം അങ്ങോട്ട് തൂത്തിട്ട് പോയ പേരെ അപ്പോഴത്തേനും എടുത്ത പൊടി വീണ് മറി. അത് തന്നെ പറയാതെ തന്നെ തൂക്കുവാന്നേ. പിന്നെ അത്ത കുറച്ച് മുന്തിരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാനത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വാരി വെച്ചേക്കുവാണ്. പിന്നെ അടുത്ത പണികളിലോട്ട് ഞാൻ പെട്ടെന്ന് കാരണം ഇന്ന് പിള്ളേരുടെ പേപ്പർ മേടിക്കാൻ സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ ഒതുക്കി വെച്ചിട്ടങ്ങ് പോയാൽ വരുമ്പോഴത്തേനും കുഴപ്പമില്ലല്ലോ. അന്നേരം ഇപ്പോൾ 10 മണി തൊട്ട് 12 മണി വരെ ഉള്ളൂ ഓപ്പൺ ഹൗസ്. അപ്പം ഞാൻ പിന്നെ രാവിലെ മേടിച്ച ബീഫായിരുന്നു. അങ്ങനെ ബീഫെല്ലാം കഴുകി ഞാൻ ചോര വാർക്കാൻ വേണ്ടി ഇത് കിഴുത്ത പാത്രത്തിൽ ഇട്ട് ഭാരവും വെച്ച് കേട്ടോ. അപ്പോഴത്തേനും അമ്മായിക്ക് കുളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായിക്ക് വെള്ളം ചൂടാക്കി കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോരുന്നു. പിന്നെ ഞാൻ ഇറച്ചി കറി വെക്കാൻ നിന്നില്ല. അപ്പോഴത്തേനും എൻ്റെ അക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് വരുന്നുണ്ടെന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ കേട്ടോ. അപ്പോൾ ഞാനും പെട്ടെന്ന് കുളിച്ചിട്ടങ്ങ് ഓപ്പൺ ഹൗസിനും പോകണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, വിരുന്നുകാരൊക്കെ ഉള്ളതല്ല. ഇപ്പോൾ മേടിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് 11:30 ആയപ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേർ ഓപ്പൺ ഹൗസിന് കൊണ്ടുപോയില്ല കേട്ടോ. 2 പേരും കൂടെ കൊണ്ടുപോയാലും പിന്നെ കടയിൽ കയറണം, അവിടെ കയറണം, ഇവിടെ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാവും. നമുക്ക് പെട്ടെന്നെങ്കിൽ വരെയും വേണം. അമ്മ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ അത്ത ഉണ്ട്, എന്നാലും പിന്നെ വിരുന്നുകാരൊക്കെ വരുന്നു. അപ്പം അങ്ങനെ എന്തായാലും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തില്ല. ഞാൻ തന്നെ ആകുമ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ എന്ന് പറഞ്ഞ് പോയത്. പിന്നെ ആദ്യം തന്നെ ATM കയറി ഫീസ് അടയ്ക്കാനുള്ള പൈസ എടുത്ത് കേട്ടോ. ഫീസ് ഒത്തിരി കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഇത് ലാസ്റ്റ് ഓപ്പൺ ഹൗസില്ല. അപ്പോൾ ഇപ്പം തന്നെ മൊത്തം ഫീസ് ക്ലിയർ ചെയ്താലേ ഒരു പേപ്പറൊക്കെ തരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ATM കയറി പൈസ എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ സ്കൂളിലോട്ട് ആദ്യം അങ്ങ് പോയത് കേട്ടോ. അവിടെ പോയിട്ട് ഇത്രയും താമസം വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. മിക്കവാറും ഉള്ളവരെല്ലാം പിള്ളേരെയും കൊണ്ടൊക്കെ വന്നത്. അപ്പം അവസാനം ക്ലാസ് ടീച്ചർമാരൊക്കെ ഈ വർഷം മാറുമല്ലോ. ഇപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പിള്ളേരെ കൊണ്ടുപോകാത്തത് അപ്പോൾ ഒരു വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഓഫീസിൽ കയറി ഫീസെല്ലാം അടച്ചിട്ട് ഇവിടാണ് മറിയത്തിൻ്റെ ഇത് മറിയത്തിൻ്റെ മിസ്സാണ്. മിനി മിസ്സായിട്ട് നല്ല മിസ്സായിരുന്നു. മിസ് ഈ പ്രാവശ്യം റിട്ടയർ ആവും കേട്ടോ. അത് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ആ മറിയത്തിന് ഒരെണ്ണത്തിന് മാത്രം ഒറ്റയടിക്ക് 6 മാർക്ക് കൊണ്ട് കളഞ്ഞ് കേട്ടോ. മാച്ചിൽ ഫോളോ ചെയ്യും, ബാക്കിയെല്ലാം ഫുള്ളാണ്. പിന്നെ ആബിദ എപ്പോഴും ക്ലാസ് ഫസ്റ്റ് കേട്ടോ. അവൻ എല്ലാത്തിനും ഫുള്ളാണ്. പിന്നെ ഒരെണ്ണത്തിന് മാത്രം 2 വിഷയത്തിന് ഓരോ മാർക്ക് വെച്ച് പോയി. പിന്നെ അവിടെ വെച്ച് നമ്മുടെ റിലേറ്റീവ്സ് കുട്ടികളാണത്. അപ്പോൾ അവരെല്ലാം കണ്ട് പിന്നെ ഞാൻ വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ചിക്കൻ കടയിൽ കയറി ചിക്കനും മേടിച്ച്. കാരണം ഇവർ വരുന്ന നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ബീഫ് കുറച്ചേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ചിക്കനും കൂടെ ആകുമ്പോൾ അങ്ങ് ഇത് ബാലൻസ് ആവില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ടിയും തണുത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. പിന്നെ വെജിറ്റബിൾസ് ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ അതും കൂടെ അങ്ങ് വാങ്ങിച്ച് കേട്ടോ. അത് കിറ്റ് മലക്കറി കേട്ടോ മേടിച്ച്. നമ്മൾ പെരുന്നാളിന് മേടിച്ച് പിന്നെ സാധനം വെജിറ്റബിൾസ് ഒന്നും ഇപ്പോഴാണ് മേടിക്കുന്നത്. പിന്നെ കൊയിലോണി കയറി കുറച്ച് ഇത് മേടിച്ച് ബേക്കറി, കാരണം വിരുന്നുകാരൊക്കെ വരുന്നില്ല. പിന്നെ ആബിദ് ഇവിടെ വന്നപ്പോഴത്തേന് മാർക്കെല്ലാം കണ്ടിട്ട് തുള്ളിച്ചാടുവാണ്. അവൻ ഇതുവരെ മാത്സിന് ഫുള്ള് കിട്ടിയിട്ടില്ല. ഈ വർഷം 3ാം ക്ലാസ്സിലായ പിന്നെ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവനതിന് ഫുള്ളുണ്ട്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ബാക്കി എല്ലാ വിഷയത്തിനും ഫുള്ള് കിട്ടിയാലും മാത്സിന് അവന് 1-2 മാർക്ക് എങ്ങനെയെങ്കിലും കൊണ്ട് കളയും കേട്ടോ. ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷൻ അറിയാം, ഡിവിഷനൊക്കെ എന്തെങ്കിലും 1-2 തെറ്റിക്കും. പിന്നെ മറിയാണെങ്കിൽ അതിനകത്ത് കളറടിച്ച് എല്ലാം എന്നെ കാണിക്കുക കേട്ടോ. അവളും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ഫുള്ള് അവൾക്ക് കിട്ടുന്ന ഇപ്രാവശ്യം മാച്ചത് ഫോളോയിങ് നമുക്ക് തന്നെ കണ്ടാലേ അത് മനസ്സിലാകത്തില്ല. കുഞ്ഞതായിരുന്നു,
അതൊക്കെ തെറ്റിപ്പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് പയറെല്ലാം അരിഞ്ഞ് ചിക്കനെല്ലാം വറക്കാൻ വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ വിരുന്നുകാർ വന്നു കേട്ടോ. അവർ 3 മണി 2:30 ആയപ്പോഴാണ് വന്നത്. ഇവരെൻ്റെ അടുത്ത് രാവിലെ വിളിച്ച് പറഞ്ഞത് എന്തോന്ന്, എല്ലാം നീ അരിഞ്ഞ് വറക്കി വെച്ചാൽ മതി, ഞങ്ങൾ വന്ന് വെച്ച് കഴിച്ചോളാന്ന്. 2 മണി 2:30 വന്നവർക്ക് പിന്നെ എപ്പോഴാണ് വെച്ച് തിന്നാൻ സമയം. ഞാൻ എന്തായാലും അതൊന്നും നോക്കി നിന്നില്ല. എപ്പോഴും അവർ വന്നപ്പോഴത്തേന് എല്ലാം വെച്ച്. അതിന് മുമ്പ് 1 മണി ആയപ്പോഴത്തേന് അമ്മായിക്കും അത്തായിക്കൊക്കെ ആഹാരം കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഥയും പറഞ്ഞ് കഴിക്കുന്ന വൈബൊന്നും വേറെ തന്നെ ഇല്ല. ഇന്ന് നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ പിള്ളേരെല്ലാം മുറ്റത്തിറങ്ങി ആബിദിൻ്റെയും മറിയത്തിൻ്റെ സൈക്കിളെല്ലാം ചവിട്ടുന്നു. പിന്നെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആകെപ്പാടെ ബഹളമായിരുന്നു. 2-3 ദിവസം വീട് തല തിരിഞ്ഞ് ആണോ ഇരുന്നതെന്ന് സംശയമുണ്ടെന്ന്. പക്ഷേ ഭയങ്കര സന്തോഷമാണ്. പിള്ളേർക്കല്ലേ ഇവർ വിരുന്ന് കഴിഞ്ഞ് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എല്ലാവരും ഇരുന്ന് കുറേ ഒരു തണ്ണിമത്തങ്ങ ഞാൻ ചെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വന്ന് വൈകിട്ടത്തേക്കുള്ള കാപ്പി ഇട്ടു. പിന്നെ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട്ലറ്റിനുള്ളതെല്ലാം കൂടെ റെഡിയാക്കുവാന്നേ. ഇങ്ങനെ ആബിദൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബേക്കറിയൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ കട്ട്ലറ്റിൻ്റെ പരിപാടികളൊക്കെ എല്ലാം ചിക്കനെല്ലാം അങ്ങ് പുരട്ടി കുക്കറിലാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇപ്പോൾ ചായയും കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഇട്ട് അപ്പോഴത്തേനും കട്ട്ലറ്റും അങ്ങ് പൊരിക്കല. അപ്പോഴത്തേനും ഇതിൻ്റെ 2ാമത്തെ അക്കാടെ മോളാണ് ഐഷു കേട്ടോ. ആയിഷ എന്നാ പേര്. അവൾ കുറേ മൾബറി പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചു. പിന്നെ അമ്മയ്ക്ക് ഒത്തായിക്കുള്ള ചായ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ വിരുന്നുകാർ വന്നവരാരും ചായ കുടിക്കുന്നവരില്ല കേട്ടോ. പിന്നെ എൻ്റെ അക്കായ്ക്ക് അവിൽ നനച്ചത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിൽ നനയ്ക്കുവാണ്. അങ്ങനെ അതും ഒരു പടി നടന്നു. അടുത്ത വഴിയിൽ ഞാൻ ചിക്കനുള്ള ബ്രെഡെല്ലാം കൂടെ കട്ട്ലറ്റിനുള്ള പൊടിച്ച് വെച്ചു. എന്നിട്ട് കട്ട്ലറ്റ് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആക്കുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിനകത്ത് പറഞ്ഞ് ഈ വർഷത്തെ പരിപാടി ഇതുകൂടെ നിർത്തുകയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവർ വന്നപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്ന മോശമില്ല. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ല കിളിനാദമൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. പകലിരുന്ന് വോയിസ് ഓവർ കൊടുത്താൽ ഇവിടെ ഭയങ്കര നോയ്സാണ്. റോഡ് സൈഡിലാണ് വീട്, വണ്ടിയുടെയൊക്കെ. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് ഇതുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടാണെങ്കിൽ തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി അങ്ങോട്ട് വിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അതും അതിൻ്റെ ഇടയിൽ അങ്ങ് നടന്നു. അപ്പോഴത്തേനും ഒത്തിരി സമയമായിട്ടുണ്ട്. 5 മണിയെങ്ങാണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടെ വൈകുന്നേരം നല്ല മാനമെല്ലാം ചുമന്ന്. എന്നും വൈകിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവർ വന്നൊന്നും മഴയില്ല. അതുകൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ പറ്റും. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പ്രത്യേകം ചൂടും കൂടെ കൂടുമല്ലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കൊള്ളായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ എല്ലാ പിള്ളേരും അവിടെ നിന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ സൈക്കിൾ ഓടിയും അങ്ങനെ മറിയവും ഐഷുവും കൂടെ ഒരു സെറ്റ്, ആബിദും വലിയ ഐഷുവും കൂടെ ഒരു സെറ്റ്. എൻ്റെ 3 അക്കാടെ 2ാമത്തെ മോളുടെ പേര് ഐഷു എന്ന്. അവളെ ഞങ്ങൾ വലിയ ഐഷു എന്ന്, ഇവളെ കൊച്ചൈഷു എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട്ലറ്റും ഒക്കെ ചായയൊക്കെ ഇട്ട പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് അപ്പോൾ അക്ക വന്ന് പറഞ്ഞാൽ അവൾ കഴുകി തരാമെന്ന്. പിന്നെ അവൾ കഴുകി കേട്ടോ. പിന്നെ ആബിദും അമ്മും കൂടെ ഉള്ളൊരു സ്നേഹപ്രകടനമൊക്കെയാണ്. പിന്നെ ഭയങ്കര ക്രിക്കറ്റ് കളി. ആബിദ് നല്ല ക്രിക്കറ്റ് കളിക്കും കേട്ടോ. അപ്പോൾ ആ 6 അടിച്ച് പറത്തുകയാണ്. റോഡിലോട്ടാണ് പോകുന്നത്. റോഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ മണ്ടയിൽ വീഴാനത് ഭാഗ്യം. അങ്ങനെയൊക്കെ ഇവിടുത്തേന് മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പിള്ളേരെല്ലാം കയറ്റി. അത് കഴിഞ്ഞ് അനീസാക്കയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അമ്മയുടെ 40 കേട്ടോ. അപ്പോൾ അതിൻ്റെ ബിരിയാണി കൊണ്ടുവന്നത്. അതുകൊണ്ട് പിള്ളേർക്കല്ല അതങ്ങ് ലാഫിഷായി കേട്ടോ. പിന്നെ ബാക്കി വലിയവർക്ക് വേണ്ടി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അമ്മ വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരും. പിന്നെ ഫോട്ടോഷൂട്ട് നടത്തും. അപ്പോൾ നല്ല ബിരിയാണിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരിയായിട്ട് ഇട്ട് വെക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഇല്ലേ. അങ്ങനെ പിള്ളേർക്കെല്ലാം ഇതിൻ്റെ ഇടയിൽ ബിരിയാണിയും കൊടുത്ത്. പിന്നെ പിള്ളേരെല്ലാവരും ചെസ്സ് കളിച്ച്. ബാക്കി വലിയവർക്കെല്ലാം ആഹാരം കൊടുത്ത്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.